മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയുടെയും പ്രതാപൻ്റെയും എല്ലാ സന്തോഷവും തല്ലിക്കിടത്തുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. പ്രതാപനും കരുണയും ചേർന്ന് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് ആ സിദ്ധയായ അമ്മ തന്നെ കരുണയ്ക്ക് നല്ല തിരിച്ചടി കൊടുക്കുന്ന എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രതാപം പറഞ്ഞതനുസരിച്ച് ആ ഗുണ്ട അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് കുറേ കടമുണ്ട്, ഇപ്പോൾ ഒരാൾ എനിക്ക് കുറച്ചധികം പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതല്ല അമ്മേ, അതിന് അമ്മ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയണു. അപ്പോൾ ആ ഗുണ്ടയുടെ ഭാര്യയും പറയുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞത് നേരെ അമ്മേ, അമ്മ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ വീട് ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോകും, പിന്നെ നമുക്ക് കിടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയുമ്പം ആ അമ്മ ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങളിതൊക്കെ എന്നോട് പറയണേ എന്തിനാ, നീയും ഇവനും ദൂർത്തടിച്ച് ജീവിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല അമ്മേ, എന്തായാലും നമുക്കിപ്പോൾ ദൈവമായിട്ടൊരു മാർഗം കാണിച്ച് തന്നേക്കണേ, അമ്മ അതിന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുമ്പം ഞാൻ എന്ത് സഹായം നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ആ സമയത്ത് ആ ഗുണ്ട പറയുന്നുണ്ട്, വേറൊന്നുമല്ല അമ്മ ഇപ്പോൾ ജോലിക്ക് പോകുന്ന വീടില്ലേ, ആ വീട്ടിലൊരു കുഞ്ഞിനെ നോക്കാനല്ലേ അമ്മ പോണത്, ആ കുഞ്ഞിന് അമ്മയല്ലേ പാലൊക്കെ കൊടുക്കണേ. ആ സമയത്ത് അമ്മ ഞാനൊരു പൊടി തന്നു വിടാം, ആ പൊടിയും കൂടെ പാലിൽ കലർത്തി കൊടുക്കണമെന്ന്. അന്നേരം ആ അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്തിനാടാന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നിനും അല്ല, ഞാനൊരു കൊട്ടേഷൻ ഏറ്റിട്ടുണ്ട്, അത് ആ കുഞ്ഞിനെ കൊല്ലാനുള്ള കൊട്ടേഷനാണ്. ആ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വരാൻ പോകുന്നത് കുറച്ചധികം ലക്ഷങ്ങളാണ്. ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ലടാ, ഒരു ചെറിയ കുഞ്ഞിനെ കൊന്നിട്ടാണോ നീ ഇപ്പോൾ ജീവിക്കാൻ പോണേ, അതൊക്കെ വലിയ പാപമാണെന്ന് പറയുമ്പം നമ്മൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യണേക്കാളും നല്ലതല്ലേ അമ്മേ, അതൊരു കുഞ്ഞു കൊച്ചല്ലേ, അതിനെ കൊന്നെന്ന് വിചാരിച്ച് എന്താ കുഴപ്പമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, കുഞ്ഞിതാണെങ്കിലും വലുതാണെങ്കിലും അതൊരു ജീവനല്ലേടാന്ന് ചോദിക്കുമ്പം അമ്മ ഇതിന് ഞങ്ങൾക്ക് സഹായം ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനും ഇവളും ജീവനോടെ ഉണ്ടാവില്ല, ഞങ്ങൾ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ അമ്മ ഇത് ചെയ്തേ പറ്റൂ. അമ്മ ഇന്ന് ആ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പം ആ പാലിൻ്റെ കൂടെ ഇത്തിരി പൊടിയും കൂടെ കലർത്തി ആ കുഞ്ഞിന് കൊടുത്താൽ മതി, ആരും അമ്മയെ സംശയിക്കില്ല, സ്വാഭാവിക മരണമായിട്ട് വിചാരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, അവിടെ രണ്ടമ്മമാരെ അതിനെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരമ്മ പെറ്റമ്മയാണെങ്കിൽ ഒരാൾ വളർത്തമ്മ, അവരുടെ കണ്ണ് വെട്ടിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുമാത്രമല്ല അങ്ങനെ ഒരു പാതകം ചെയ്തിട്ടുള്ള സമ്പാദ്യമൊന്നും എനിക്ക് വേണ്ടെന്ന് പറയുമ്പം അമ്മ ഇത് സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് അമ്മ എന്നെ ജീവനോടെ കാണില്ല എന്നും പറഞ്ഞ് ആ ഗുണ്ട അമ്മയോട് പിണങ്ങണ സമയത്ത് അമ്മ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ ചെയ്തു നോക്കാം, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വലിയ ജയിലിലും പോകേണ്ട വരുമെന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ അതൊന്നും ഉണ്ടാവില്ല, അതൊരു കുഞ്ഞു കൊച്ചല്ലേ, അതിൻ്റെ മരണം അത്ര സംശയത്തിലൊന്നും വരൂലാന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അടുത്തേക്ക് ആ ഗുണ്ട വരാണ്. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്തായടാ കാര്യങ്ങൾ വല്ലതും നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്, ഇനി സാറ് ആ പാലിൽ ചേർക്കാനുള്ള വിഷം തന്നാൽ മതി. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഒരു പൊതി എടുത്ത് ആ ഗുണ്ടയുടെ കൊടുക്കുന്നുണ്ട്. ആ ഗുണ്ട ആ പൊതി വാങ്ങിയിട്ട് അപ്പോൾ സാറ് അഡ്വാൻസ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞതും പ്രതാപൻ ഒരു കെട്ട് നോട്ടെടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പ്രതാപൻ അയാളോട് പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരത്തോടുകൂടി എനിക്ക് ഈ സന്തോഷ വാർത്ത കേൾക്കണം, എന്നിട്ട് വേണം എൻ്റെ മോളെ എനിക്കൊന്ന് സന്തോഷിപ്പിക്കാൻ, ഒരുപാട് കാലമായി എൻ്റെ മോളെ ഞാൻ പറഞ്ഞ് മോഹിപ്പിക്കുക, ഒരിക്കലും അവൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. അന്നേരം അയാൾ പറയുന്നുണ്ട്, ഇതെന്തായാലും നടക്കും സാറേ, സാറിന് ഈ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ആ പൈസയും വാങ്ങിക്കൊണ്ട് ആ ഗുണ്ട പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഫോൺ എടുത്ത് കരുണയ്ക്ക് വിളിക്കുന്നുണ്ട്. കരുണ ഫോൺ എടുത്തതും എന്തായി അച്ഛാ കാര്യങ്ങളും എല്ലാം നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് മോളെ, അത് വേറെ ആരുമല്ല, ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ ഒരു സ്ത്രീ വന്നിട്ടില്ലേ, ആ സ്ത്രീയെയും കൊണ്ട് നമുക്ക് ആ കുഞ്ഞിനെ കൊല്ലിപ്പിക്കാം. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, നടക്കണ കാര്യമാണോ അച്ഛാ, അതോ എപ്പോഴത്തേം പോലെ അവസാനം എനിക്ക് നിരാശയായിരിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, ഇതിലൊരു നിരാശ ഉണ്ടാവില്ല, അവൻ അവൻ്റെ അമ്മേനെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതേസമയം നമ്മളുടെ ആ സിദ്ധയായ അമ്മയാണെങ്കിൽ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് മാർക്കോയും ഇരിക്കുന്നുണ്ട്. അമ്മ കണ്ണ് തുറക്കാൻ വേണ്ടി മാർക്കോ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് അമ്മ കണ്ണ് തുറന്നതും എന്താ അമ്മേനെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതോ മാർക്കോ ഒരു കാര്യമുണ്ട്, നമ്മളുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കുഞ്ഞ് ആപത്തിലാണ്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് എന്ത് പറ്റി? അത് വേറൊന്നും അല്ലടാ, ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പ്രതാപനും പ്രതാപൻ്റെ മോളും പല പ്രാവശ്യം ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞു, അതൊക്കെ ആ കുഞ്ഞ് എന്നെ പരാജയപ്പെടുത്തി, ഇന്നിപ്പോൾ വേറൊരു രീതിയിൽ ആ കുഞ്ഞിനെ കൊല്ലാൻ അവർ പ്ലാൻ ചെയ്തേക്കണേ, അത് വിജയിക്കും അമ്മയെ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കുമ്പം കുഞ്ഞിനൊന്നും സംഭവിക്കുമൊന്നുമില്ല, പക്ഷേ പല പ്രാവശ്യം ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ആ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും ഇപ്പോൾ ആ കരുണയുണ്ടല്ലോ മഹാലക്ഷ്മിയുടെ അനുജത്തി, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എന്നിട്ടും മറ്റൊരാളുടെ കുഞ്ഞിനെ കൊല്ലണം എന്ന് അവൾ ചിന്തിക്കണം, അവൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണം മോനെ, ഇനി അവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന്. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട്, ആ പ്രതാപനെ അങ്ങോട്ട് തീർത്ത് കളയട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പം അതൊന്നും വേണ്ട മാർക്കോ, അവർ ഈ ഭൂമിയിൽ ഒരുപാട് അനുഭവിക്കാനുണ്ട്, ഈ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ എല്ലാം പ്രതിഫലം അനുഭവിച്ചിട്ടേ
അവർ ഈ ഭൂമിയിൽ നിന്ന് പോകാവുള്ളൂ. അതുകൊണ്ട് നീ അവനെ കൊല്ലാനൊന്നും പോകണ്ട. പക്ഷേ ഇടയ്ക്ക് ആ പ്രതാപനെ ഒന്ന് ചെന്ന് കണ്ട് ഒന്ന് പേടിപ്പിച്ച് നിർത്തണം. നിന്നെക്കുറിച്ചുള്ള ഒരു പേടി എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാവണം. ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട്, എന്നാലും ഇവർക്കൊക്കെ എങ്ങനെ അമ്മയെ പറ്റണേ ഒരു കുഞ്ഞു ജീവൻ ഇല്ലാതാക്കാമെന്ന് ചോദിക്കുമ്പം അവർക്കറിയില്ലല്ലോ ആ കുഞ്ഞിനെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. 2 പ്രാവശ്യം ഒരു കള്ളസ്വാമി ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ചെന്നു. 2 പ്രാവശ്യവും തിരിച്ചടി കിട്ടിയത് ആ കള്ളസ്വാമിക്ക് തന്നെ. ആ കള്ളസ്വാമിക്ക് മാത്രമല്ല, പ്രതാപൻ്റെ അമ്മയ്ക്കൊക്കെ ഞാൻ തിരിച്ചടി കൊടുത്തതാണ്. എന്നിട്ടും അവർ പഠിച്ചിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള ചിന്തയിലാണ് നടക്കണേ. അത് അമ്മയും അതെ, മകനും അതെ, മകൻ്റെ മകളും അതെ, ആ കുഞ്ഞിൻ്റെ മരണം കണ്ട് സന്തോഷിക്കാനേ ഇരിക്കണേന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ആ പ്രതാപനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല അമ്മേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ ഫോൺ കട്ട് ചെയ്തിട്ട് ഉണ്ണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കരുണയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്ത് പറ്റി, നിനക്ക് ഭയങ്കര സന്തോഷമാലോ എന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നും അല്ല, ആ അനന്തുവിൻ്റെ വീട്ടിൽ ഇന്ന് വലിയൊരു കരച്ചിൽ നടക്കുമെന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എന്ത് കരച്ചിൽ നടക്കുന്ന കാര്യം നീ പറയണേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അങ്ങോട്ടൊരാൾ പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആൾ പോയല്ലോ, എന്നിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് അതുപോലെ ഒന്നും അല്ല ഉണ്ണിയേട്ടാ, അവിടെ കുഞ്ഞിനെ നോക്കാനായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയില്ലേ, അവരെ അച്ഛനെ ഏൽപ്പിച്ചേക്കണേ. അവരെന്തായാലും ഈ കൃത്യം നിർവഹിക്കും. ഇന്ന് അനന്തുവിൻ്റെ വീട്ടിലൊരു കൂട്ടക്കരച്ചിൽ തന്നെ നടക്കുമെന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, നീ ഇത് പറഞ്ഞ് അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. ഇതിനു മുമ്പ് പല പ്രാവശ്യം നീ ഇതും പറഞ്ഞ് സന്തോഷിച്ചതാ. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്, അച്ഛൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ആരും ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾ കൊല്ലൂന്ന്. എന്നിട്ട് വല്ലതും നടന്നോ? അതുകൊണ്ട് കാര്യം നടന്നതിന് ശേഷം നീ ഇങ്ങനെ സന്തോഷിക്കും, എന്നോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ നിൻ്റെ ആ മണ്ടനായ അച്ഛനല്ലേ ഇതൊക്കെ ചെയ്യണേന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായാലും ഉണ്ണിയേട്ടൻ നോക്കിക്കോ, ഈ പ്രാവശ്യം അത് നടന്നിരിക്കും. എനിക്ക് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വക തന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ ജയിലിലേക്ക് പോണതിന് മുമ്പായിട്ട് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന്. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, നീ അധികം സന്തോഷിക്കുകയും വേണ്ട, അവസാനം നിനക്ക് കരയാനായിരിക്കും യോഗം എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇല്ല ഉണ്ണിയേട്ടാ, ഇനി ഞാൻ ഒരിക്കലും കരയില്ല. എന്തായാലും ഓണത്തിന് മുമ്പ് ആ കുഞ്ഞിനെ അച്ഛൻ ഇല്ലാണ്ടാക്കും. അല്ലെങ്കിൽ ഓണത്തോടുകൂടി ആ കണ്ണൻ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ അവർ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കേണ്ട വരും. അത് കണ്ടു നിൽക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഓണത്തിന് ആ കുഞ്ഞും മഹാലക്ഷ്മിയായിട്ട് ഇങ്ങോട്ട് വരില്ല. അതിന് വേണ്ടതെല്ലാം എൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും ദുർഗേനെയാണ്. ദുർഗയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, മോനെ ഓണത്തിന് നീ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കൂടി കൊണ്ടുവരില്ലേന്ന് ചോദിക്കുമ്പം അമ്മേ ഓണമാകുമ്പോൾ ഞാൻ അവരെയും കൂടി കൊണ്ടുവരുന്നുണ്ട്. എന്താ അമ്മ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം അല്ല മോനെ, ആ കരുണ മനസ്സിൽ പക വെച്ചുകൊണ്ട് നടക്കണവളാ. ഇങ്ങോട്ട് അവർ വന്നു കഴിയുമ്പം ഈ കരുണ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ, ഒന്നുമില്ലെങ്കിലും അവളുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞില്ലേ, അതുകൊണ്ട് വേറൊരു കുഞ്ഞിനെ കൊല്ലാനൊന്നും അവൾ ശ്രമിക്കൂല എന്ന് പറയുമ്പം അത് മോനെ, നിനക്ക് അവളുടെ സ്വഭാവം അറിയില്ലാത്തത് കൊണ്ട് അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതൊന്നും അവൾക്ക് പ്രശ്നമല്ല. മഹാലക്ഷ്മിയും കുഞ്ഞും നീയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് അവൾക്ക് ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവൾ എന്ത് ചെയ്യാനും മടിക്കില്ല. ഇപ്പം അവളുടെ ആ മാറ്റം ശരിക്കുള്ള മാറ്റമൊന്നുമല്ല, അവൾ അഭിനയിക്കുന്നത്. എന്തായാലും അവളുടെ മനസ്സിൽ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെയായിരിക്കും അവളുടെ അച്ഛനും മുത്തശ്ശിയും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അതമ്മ പറഞ്ഞത് നേരാ, അവളുടെ അച്ഛനും മുത്തശ്ശിയും ഒരിക്കലും നന്നാവാൻ പോണില്ല. അവർ കൊച്ചുമോളെയും ചീത്തയാക്കി കളഞ്ഞു. ഇനി അവൾ നല്ലതായി വരുമെന്നൊന്നും മഹാലക്ഷ്മിക്ക് പോലും പ്രതീക്ഷയില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ണീനെയും കരുണേനെയും ഇവിടുന്ന് വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ട് മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കൂടി കൊണ്ടുവന്നാൽ മതിയെന്ന്. സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അത് അനന്തും ലേഹയും അങ്ങനെ തന്നെയാണ് പറയണത്, എന്നോടും കൂടി അവിടെ ചെന്ന് താമസിക്കാനാണ് പറയണേ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയും എവിടെയെങ്കിലും ഒരു വീട് പണിത് താമസിക്കാമെന്നാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ദുർഗ പറയുന്നുണ്ട്, അതെന്തിനാ മോനെ, മോൻ്റെ വീട്ടിൽ നിന്ന് പോണേ, മോനും മോൻ്റെ കുഞ്ഞും ഇവിടെ ജീവിക്കേണ്ടത്, ആ കരുണേനെയും ഉണ്ണീനെയും ഇവിടുന്ന് പറഞ്ഞു വിടണ്ടേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ ഒരു കുണ്ടിയാണെങ്കിൽ അമ്മയുടെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു പൊതി ഇവിടുന്ന് അമ്മയുടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ അമ്മ ചോദിക്കുന്നുണ്ട്, ഇത് എന്താടാന്ന് ചോദിക്കുമ്പം അതിലൊരു പൊടിയുണ്ട്, അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് ഈ പൊടി ഇത്തിരി ആ പാല് കലക്കി കൊടുത്താൽ മതി, വേറൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്നാലും നീ എന്നെയും കൊണ്ട് ഇത്രയും വലിയ പാതകാലോടെ ചെയ്യിക്കാൻ പോണത്, അതും നിനക്ക് സ്വത്തിന് വേണ്ടിയിട്ട്, ഇത് ദൈവം പോലും പൊറുക്കൂല എന്ന് പറയുമ്പം ഇവൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ദൈവം പുറത്തില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ജീവിക്കേണ്ടേ അമ്മ, അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂന്ന്. അങ്ങനെ അവർ മനസ്സോടുകൂടി ആ പൊടിയും വാങ്ങിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ സിദ്ധിയായ അമ്മയാണെങ്കിൽ മാർക്കോയോട്
പറയുന്നുണ്ട്. ഒരമ്മയാണ് ഈ പ്രാവശ്യം അവർ കുഞ്ഞിനെ കൊല്ലാനുള്ളത് ഏൽപ്പിച്ചിരിക്കുന്നത്. അതും ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മേനെ. ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ആ ഒരു അമ്മയായതുകൊണ്ട് തന്നെ ആ അമ്മ കുഞ്ഞിനെ എന്ത് കൊടുത്താലും മഹാലക്ഷ്മിക്കോ ലേഖയ്ക്കോ സംശയം തോന്നൂല. അതുകൊണ്ട് പ്രതാപൻ അവരെ തന്നെ ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കോ, നീ ഒരുപാട് ശ്രദ്ധിക്കണം, നീ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ അനന്ത് സാറിൻ്റെ വീട്ടിലോട്ട് പോട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പം, ഇപ്പം നീ പോകുകയൊന്നും വേണ്ട, എന്തായാലും അവരുടെ മകനുണ്ടല്ലോ, അവരുടെ മകനെ നീ നല്ലോണം ഒന്ന് കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ നീ ആ പ്രതാപൻ്റെ വീട്ടിൽ പോയി പ്രതാപനെ ഒന്ന് കാണണം. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നുണ്ടെന്ന് അവരെ അറിയിച്ചു കൊടുക്കണം. അത് വെറുതെ അറിയിച്ചാൽ പോരാ, അവൻ്റെ ശരീരം ഒന്ന് നോവിക്കുകയും ചെയ്യണം. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം അമ്മയെന്നും പറഞ്ഞ് മാർക്കോ അവിടുന്ന് പോകുന്നുണ്ട്. ഇതേസമയം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. എന്തായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞ് മരിക്കുമെന്നുള്ള സന്തോഷത്തിൽ നിൽക്കുമ്പം പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇനി ഇത് നടക്കാതെ പോകൂടാന്ന് ചോദിക്കുമ്പം, ഇല്ല അമ്മേ, ഇതവൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ അമ്മയാലോ ഇപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും. അതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കണ പാലിൽ ചേർക്കാനുള്ള വിഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വിഷം ഒരു ഇത്തിരി അകത്ത് ചെന്നാൽ കുഞ്ഞ് ആ സെക്കൻഡിൽ മരിക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നാലും എനിക്കൊരു പേടിയുണ്ടാ, ഇനി ആ മാർക്കോ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും, പിന്നെ അവൻ നിന്നെ ഇടിച്ചൊരു പരുവാക്കിയിട്ടേ പോവുള്ളൂ. ആർക്കോടെ ഇടി കൊണ്ടാലും കുഴപ്പമില്ല അമ്മേ, എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടാൽ മതി. എൻ്റെ കുഞ്ഞ് സങ്കടപ്പെടാനൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. എത്ര നാളായി എൻ്റെ കുഞ്ഞ് എപ്പോഴും പരാതി പറയാൻ തുടങ്ങിയിട്ട്. ഈ പ്രാവശ്യമെങ്കിലും എൻ്റെ മോളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്, പക്ഷേ വയസ്സാം കാലത്ത് എനിക്ക് മാർക്കോയുടെ തല്ലു കൊള്ളാനും ജയിലിൽ കിടക്കാനൊന്നും പറ്റില്ലടാ പ്രതാപമെന്ന്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് കാരണമോക്കടെ സന്തോഷം കാണണമെന്ന് ആഗ്രഹമില്ലേന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ടടാ, എന്നാലും ആ മാർക്കോയുടെ കാര്യം ഓർക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു പേടി വരുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും ലേഖയും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേട്ടതും ലേഖ വന്ന് ഡോറ് തുറക്കുമ്പം കുഞ്ഞിനെ നോക്കാൻ വരുന്ന ആ ഒരു അമ്മ തന്നെയാണ് വന്നേക്കണേ. വേഗം തന്നെ വാ അമ്മ അകത്തേക്ക് കയറി വാന്നും പറഞ്ഞുകൊണ്ട് ലേഖ അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് കുഞ്ഞാണെങ്കിൽ അവിടെ കിടന്ന് ചിരിച്ച് കളിക്കണ കാണുമ്പം ആ അമ്മയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു പേടിയും വിഷമവും തോന്നുന്നുണ്ട്. ഈ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനാലോ എൻ്റെ മകൻ എന്നെ ഏൽപ്പിച്ചേക്കണേ, ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലും, ഈ കുഞ്ഞിനെ കൊന്നിട്ട് ജീവിച്ചിരിക്കണേക്കാളും നല്ലത് മരിക്കണേയാലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മഹാലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ആലോചിച്ച് നിൽക്കണേന്ന് ചോദിച്ചതും ഇവരാണെങ്കിൽ ഞെട്ടിക്കൊണ്ട് മഹാലക്ഷ്മിയുടെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.